സിനിമാ താരം അജിത് ജയലളിതയുടെ പിൻഗാമിയാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ അദ്ദേഹം ഷൂട്ടിംഗ് ഒഴിവാക്കി ചെന്നൈയിലെത്തിയത് സജീവ ചർച്ചയാകുന്നു. ബൾഗേറിയയിൽ നടക്കുന്ന ഷൂട്ടിംഗ് ഒഴിവാക്കിയാണ് അജിത് ഭാര്യ ശാലിനിക്കൊപ്പം മറീന ബീച്ചിലെത്തി ജയലളിതയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ചത്. ജയലളിതയുടെ പിൻഗാമി ആരായിരിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് സിനിമാ താരം അജിത് ഷൂട്ടിംഗ് വെട്ടിച്ചുരുക്കി ചെന്നൈയിലെത്തിയത്. അജിത്തായിരിക്കും ജയലളിതയുടെ പിൻഗാമിയെന്ന നേരത്തെ ചില വാർത്തകൾ വന്നിരുന്നു. ജയലളിത അത്യാസന്ന നിലയിൽ കിടക്കുമ്പോഴും കാണാൻ അനുവദിച്ചത് അജിത്തിനെ മാത്രമായിരുന്നു. മറീന ബീച്ചിൽ ഭാര്യ ശാലിനിക്കൊപ്പമെത്തിയാണ് അജിത് അന്തിമോപചാരം അർപ്പിച്ചത്. സിരുന്തൈ ശിവം എന്ന സിനിമയിൽ വിവേക് ഒബ്രായ്ക്കൊപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അജിത്തിന്റെ പെട്ടെന്നുള്ള മടങ്ങിവരവ്. ഇത് വലിയ ചർച്ചയ്ക്കിടയാക്കിയിട്ടുണ്ട്. അതേസമയം ജയലളിതയുടെ വൻതോതിലുള്ള സ്വത്തുക്കളുടെ അവകാശി ആരായിരിക്കുമെന്നുള്ളതും സജീവ ചർച്ചയാണ്. ജയയുടെ സ്വന്തം വസതിക്ക് മാത്രം 43.96 കോടി രൂപ വിലമതിപ്പുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൽകിയ സത്യവാങ്മൂല പ്രകാരം 118.58 കോടിയുടെ സ്വത്ത് ജയലളിതയ്ക്കുണ്ട്. 10.63 കോടിയുടെ ബാങ്ക് നിക്ഷേപവുമുണ്ട്. സ്വത്തുക്കൾ തോഴി ശശികലയ്ക്ക് ലഭിക്കുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. ജയലളിതയുടെ മരുമക്കളും സ്വത്തിൽ അവകാശമുന്നയിച്ചിട്ടുണ്ട്. MR സജേഷ്, ചെന്നൈ. അമ്മ ഓർമ്മയാകുമ്പോൾ ഇനി കണ്ണുകൾ തിരയുന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ഉൾപ്പിരിവുകളിലേക്കാണ്. ജയലളിതയില്ലാത്ത തമിഴ്നാട് രാഷ്ട്രീയത്തെക്കുറിച്ച് ഞങ്ങളുടെ ചീഫ് എഡിറ്റർ ജോൺ ബ്രിട്ടാസ് നടത്തുന്ന വിശകലനം. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ദേശീയ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന സംസ്ഥാനങ്ങളുടെ മുൻനിരയിലാണ് തമിഴ്നാട്. രാഷ്ട്രീയത്തോടൊപ്പം സാമ്പത്തിക സമവാക്യങ്ങൾ കൂടി നോക്കുമ്പോൾ തമിഴ്നാടിൻ്റെ തിളക്കം ഒന്നുകൂടി വർദ്ധിക്കുന്നു. ജയലളിതയുടെ അഭാവം തമിഴ്നാട് രാഷ്ട്രീയത്തെ ഇളക്കിമറിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അണ്ണാ DMKയുടെ ഘടന, ഭാവി എന്നതിനപ്പുറം മറ്റ് രാഷ്ട്രീയ സമവാക്യങ്ങളെ കൂടി മാറ്റിമറിക്കാൻ പോകുന്നതാണ് ഈ അപാര ശൂന്യത. അണ്ണാ DMK ഒരു സുസ്ഥിര ഘടനയുള്ള രാഷ്ട്രീയ പാർട്ടിയല്ല. MGRൻ്റെയും പിന്നീട് ജയലളിതയുടെയും വ്യക്തിപ്രഭാവത്തിൽ കോർത്തിണക്കപ്പെട്ട രാഷ്ട്രീയ മുന്നേറ്റമാണ്. O. പന്നീർസെൽവം മുഖ്യമന്ത്രിയായെങ്കിലും യഥാർത്ഥ അധികാര കേന്ദ്രം ഇനിയും ഉരുത്തിരിയാൻ പോകുന്നതേയുള്ളൂ. ജയയുടെ തോഴി ശശികലയിലേക്കാണ് ഏവരുടെയും കണ്ണ്. അവരുടെ ചലനവും എന്തിനേറെ ശ്വാസനിശ്വാസങ്ങൾ പോലും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഇമവെട്ടാതെ നിരീക്ഷിക്കുന്നു. ഉടനെയല്ലെങ്കിലും ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള ചെറിയൊരു പൊട്ടിത്തെറി പോലും ഭരണമാറ്റത്തിന് വഴിവെച്ചേക്കാം. എന്നാൽ കരുണാനിധിയുടെ വഷളായ ആരോഗ്യവും സംഘടനയിലെ പ്രശ്നങ്ങളും പുതിയ അവതാരങ്ങൾ ചക്രവാളത്തിൽ ഉദിക്കുമെന്ന ഭീതിയും DMK രാഷ്ട്രീയത്തിന് മേലും കരുനിഴൽ വീഴ്ത്തുന്നുണ്ട്. പോണ്ടിച്ചേരിയിലെ ഒരു സീറ്റ് ഉൾപ്പെടെ 40 ലോകസഭാ MPമാരെ സംഭാവന ചെയ്യുന്ന തമിഴ്നാടിന് മേൽ ദേശീയ കക്ഷികളായ BJPക്കും കോൺഗ്രസിനും ഒരേപോലെ ഉത്കണ്ഠകളും പ്രതീക്ഷകളുമുണ്ട്. രജനീകാന്തിനെ പോലെയുള്ള താരരാജാവിനെ കിട്ടിയാൽ ഒരു കൈ നോക്കാമെന്ന പഴയ പ്രതീക്ഷയുടെ ചീട്ടുകെട്ട് അമിത്ഷാ പൊടിതട്ടിയെടുത്തേക്കാം. അല്ലെങ്കിൽ ദുർബലമായ അണ്ണാ DMK വരുതിയിൽ കൊണ്ടുവരാനും BJP ശ്രമിക്കും. പണ്ട് MGR മരിച്ച വേളയിൽ തമിഴ്നാട്ടിൽ നഷ്ടപ്പെട്ട പഴയ പ്രതാപം വീണ്ടെടുക്കാൻ കോൺഗ്രസ് പാടുപെട്ടതാണ്. 1989 തിരഞ്ഞെടുപ്പിൽ 13 തവണയാണ് രാജീവ് ഗാന്ധി തമിഴ്നാട് സന്ദർശിച്ചത്. എന്നാൽ ഒറ്റയ്ക്ക് മത്സരിച്ച കോൺഗ്രസിന് കേവലം 26 സീറ്റ് കൊണ്ട് പിന്നോട്ട് പോകേണ്ടി വന്നു. മൺമറഞ്ഞത് ഇതിഹാസ വനിതയാണ്. സർവവും അടക്കിവാണ മഹാമേരു. ശൂന്യതയുടെ ആഴവും പരപ്പുമാണ് തമിഴ്നാടിനെ പ്രവചനങ്ങൾക്കും കണക്കൂട്ടലുകൾക്കും അപ്പുറത്ത് പ്രതിഷ്ഠിക്കുന്നത്. വരും ദിനങ്ങൾ നിർണായകമാകുന്നതും ഇക്കാരണം കൊണ്ട് തന്നെ. ജോൺ ബ്രിട്ടാസ്. ശശികലയെ മുൻനിർത്തി തമിഴ്നാട് രാഷ്ട്രീയം കൈപ്പിടിയിലൊതുക്കാൻ മോദിയുടെയും BJPയുടെയും നീക്കം. ജയലളിതയുടെ സംസ്കാര ചടങ്ങിൽ ശശികലയെ കൊണ്ട് അന്ത്യകർമ്മങ്ങൾ ചെയ്യിപ്പിച്ചതിലും പന്നീർശെൽവത്തെ അപ്രസക്തനാക്കി ശശികലയ്ക്ക് പ്രാമുഖ്യം നൽകിയതിലും മോദിയുടെ ഇടപെടലുണ്ടെന്നാണ് വിലയിരുത്തൽ. അധികം താമസിയാതെ ശശികലയെ പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർത്തും. AIADMKയുടെ മുതിർന്ന നേതാക്കളുടെ എതിർപ്പിനിടയിലാണ് തമിഴ്നാട്ടിലെ BJP ഇടപെടൽ. ജയലളിതയ്ക്ക് ശേഷം തമിഴ്നാട് രാഷ്ട്രീയം എങ്ങോട്ടെന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാവുകയാണ്. പനീർശെൽവത്തെ നിഴലിൽ നിർത്തി ശശികലയെ അധികാര കേന്ദ്രമാക്കി AIADMKയിൽ പിടിമുറുക്കുകയാണ് BJPയുടെ തന്ത്രം. ജയലളിതയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച സമയത്തും സംസ്കാര ചടങ്ങുകളിലും ശശികലയും കുടുംബാംഗങ്ങളുമായിരുന്നു സജീവ നേതൃത്വം വഹിച്ചത്. അന്തിമോപചാരം അർപ്പിക്കാനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശശികലയെ ആശ്വസിപ്പിച്ചതിനു ശേഷം വേദിയിലിരുന്ന ഭർത്താവ് നടരാജനുമായി സംസാരിച്ചിരുന്നു. ശശികലയെ ഉപയോഗിച്ച് അരനൂറ്റാണ്ട് നീണ്ട ദ്രാവിഡ രാഷ്ട്രീയത്തിന് മുനിയൊടിക്കാനാണ് BJP കേന്ദ്ര നേതൃത്വം ലക്ഷ്യമിടുന്നത്.
അപ്പോളോ ആശുപത്രിയിൽ ജയലളിതയുടെ മരണവിവരം സ്ഥിരീകരിച്ച ഉടനെ AIADMK നേതാക്കളുമായി BJPയുടെ കേന്ദ്ര നേതൃത്വം ബന്ധപ്പെട്ടതായാണ് വിവരം. ശശികല വഴിയായിരുന്നു ആശയവിനിമയം. BJP നേതാക്കളുടെ നിർദ്ദേശം അനുസരിച്ചായിരുന്നു ജയലളിത മരിച്ച രാത്രിയിൽ തന്നെ പനീർശെൽവത്തിന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയത്. AIADMKയുടെ മുതിർന്ന നേതാക്കളായ തമ്പിദുരൈ, പഴനിവേൽ, മുഖ്യമന്ത്രി പനീർശെൽവം തുടങ്ങിയവർക്കെല്ലാം ശശികലയുടെ നീക്കങ്ങളിൽ എതിർപ്പുണ്ടെങ്കിലും പരസ്യമായ പ്രതികരണം നടത്തിയിട്ടില്ല. ശശികലയെ പാർട്ടി ജനറൽ സെക്രട്ടറിയായി പോയസ് ഗാർഡനിൽ അവരോധിച്ച് അധികാര കേന്ദ്രമാക്കുന്ന BJPയുടെ നീക്കം വിജയിക്കുമോ എന്നതനുസരിച്ചായിരിക്കും AIADMKയുടെ ഭാവി. ന്യൂസ് ബ്യൂറോ, ചെന്നൈ. ജയലളിതയുടെ മരണവാർത്ത വലിയ പ്രാധാന്യത്തോടെയാണ് ലോകമാധ്യമങ്ങളും ചർച്ച ചെയ്തത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ജയലളിതയുടെ വ്യക്തിപ്രഭാവം തന്നെയാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത്. തമിഴകത്തിന്റെ തലൈവിയുടെ വിയോഗവാർത്തയ്ക്ക് ലോകമാധ്യമങ്ങൾ നൽകിയ പ്രാധാന്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുരട്ചി തലൈവിക്കുള്ള സ്ഥാനം വിളിച്ചോതുന്നതായിരുന്നു. പ്രധാന തലക്കെട്ടുകളിൽ ഉൾപ്പെടുത്തിയാണ് ഇന്നലെ ജയലളിതയുടെ മരണവാർത്ത BBC ലോകത്തെ അറിയിച്ചത്. ഇന്ത്യക്ക് നഷ്ടമായത് ഉരുക്കുവനിത എന്നായിരുന്നു എല്ലാവരും ഞെട്ടലോടെ ശ്രവിച്ച ആ വാർത്തയുടെ തലവാചകം. ബ്രിട്ടനിലെ പ്രധാന പത്രങ്ങളിലെല്ലാം ഇന്നലെ ജയലളിതയുടെ വിയോഗവാർത്തയുണ്ടായിരുന്നു. തമിഴ്നാടിന്റെ ഉരുക്കുവനിത എന്നാണ് ഗാർഡിയൻ പത്രവും ജയലളിതയെ വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പുരുഷാധിപത്യത്തെ വെല്ലുവിളിച്ച പ്രതിസന്ധികളെ ഒന്നൊന്നായി തരണം ചെയ്തു മുന്നേറിയ നേതാവായാണ് ഗാർഡിയൻ പത്രം തമിഴകത്തിന്റെ തലൈവിയെ പ്രകീർത്തിച്ചത്. സുന്ദരിയും ഊർജ്ജസ്വലയും നിശ്ചയദാർഢ്യമുള്ള രാഷ്ട്രീയ നേതാവുമായിരുന്നു ജയലളിതയെന്നും ഗാർഡിയൻ വിവരിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ലിംഗവിവേചനത്തിന്റെ കടമ്പകളെ തകർത്തെറിഞ്ഞ നേതാവായാണ് അമേരിക്കയിലെ പ്രമുഖ ദിനപത്രമായ വാഷിംഗ്ടൺ പോസ്റ്റ് ജയയെ വിശേഷിപ്പിച്ചത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ തമിഴ്നാട്ടിലെ പാവപ്പെട്ടവർക്കായി അവർ ചെയ്ത ജനപ്രിയ പദ്ധതികളെക്കുറിച്ചും വാഷിംഗ്ടൺ പോസ്റ്റ് മരണക്കുറിപ്പിൽ വിശദീകരിച്ചു. തമിഴ് ജനതയ്ക്കിടയിൽ അവർക്കുള്ള സ്വീകാര്യതയും ജനപ്രീതിയും ലേഖനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. പവർ വാക്വം ഇൻ സൗത്ത് ഇന്ത്യ എന്നായിരുന്നു ന്യൂയോർക്ക് ടൈംസിലെ മരണക്കുറിപ്പിന്റെ തലക്കെട്ട്. അമ്മ ബ്രാൻഡ് സേവനങ്ങളെക്കുറിച്ചും തമിഴ്നാട്ടിന്റെ വികസന സംരംഭങ്ങളെക്കുറിച്ചും വ്യക്തമായി വിവരിക്കുന്ന ലേഖനം കാൽനൂറ്റാണ്ടിലേറെ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിന്റെ വ്യക്തമായ ചിത്രം വിശദമാക്കുന്നുണ്ട്. അന്തർദേശീയ മാധ്യമങ്ങൾക്ക് പുറമെ ബ്രിട്ടനിലെ ഏഷ്യൻ മാധ്യമങ്ങളിലെല്ലാം ഇന്നലെ പ്രധാന വാർത്ത അമ്മയുടെ മരണവാർത്ത തന്നെയായിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ഓൺലൈൻ പോർട്ടലുകളും അമ്മയുടെ അപദാനങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. മറ്റു വാർത്തകളിലേക്ക്. ആക്ഷേപ സാഹിത്യകാരനും രാഷ്ട്രീയ നിരീക്ഷകനും നടനും തുഗ്ലക് വാരികയുടെ സ്ഥാപകനുമായ ചോ രാമസ്വാമി അന്തരിച്ചു. 82 വയസ്സായിരുന്നു. ശ്വാസകോശ അസുഖങ്ങളെ തുടർന്ന് ഏറെക്കാലമായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. പുലർച്ചെ അപ്പോളോ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്തരിച്ചത്. അന്തരിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ ആത്മസുഹൃത്തു കൂടിയായിരുന്നു ചോ രാമസ്വാമി. ശ്വാസകോശ രോഗങ്ങളാൽ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ചോ രാമസ്വാമി ഇന്ന് പുലർച്ചെ 4:40 മരണത്തിന് കീഴടങ്ങിയത്. ആക്ഷേപ സാഹിത്യകാരൻ, രാഷ്ട്രീയ നിരീക്ഷകൻ, നടൻ, സംവിധായകൻ, നാടകകൃത്ത്, സാഹിത്യകാരൻ, തിരക്കഥാകൃത്ത് എന്നിങ്ങനെ എല്ലാ നിലകളിലും തിളങ്ങിയ വ്യക്തിത്വമായിരുന്നു ചോ രാമസ്വാമി. തുഗ്ലക് വാരികയുടെ സ്ഥാപകനും എഡിറ്ററുമായിരുന്നു അദ്ദേഹം. നിർഭയമായി രാഷ്ട്രീയ നേതൃത്വത്തെ തന്റെ തൂലിക കൊണ്ട് നിരന്തരം വിമർശിച്ചിരുന്ന ചോ രാമസ്വാമി ജയലളിതയുമായി ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന അപൂർവം വ്യക്തിത്വങ്ങളിൽ ഒരാൾ കൂടിയായിരുന്നു. ജയലളിത വിട പറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിലാണ് ചോ രാമസ്വാമിയുടെ വിയോഗവും. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ആക്ഷേപഹാസ്യക്കുറിപ്പുകളും പ്രയോഗങ്ങളും എല്ലാ കാലത്തും ചർച്ചാ വിഷയമായിരുന്നു. നിരവധി നാടകങ്ങളും 89 സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. Naturally, he never compromised his writings or whatever for anybody's sake. So my heartfelt condolences to the family members. That is, so rest in peace. KR നാരായണൻ രാഷ്ട്രപതിയായിരിക്കെ 1999 മുതൽ 2005 വരെ ചോ രാമസ്വാമി രാജ്യസഭാ MPയുമായി. ന്യൂസ് ഡെസ്ക്. ജയലളിതയുടെ മരണത്തോടെ നിശ്ചലമായ തമിഴ്നാട്ടിലെ അതിർത്തി ഗ്രാമങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിത്തുടങ്ങുകയാണ്. വാഹന ഗതാഗതം പൂർണ്ണമായും പഴയപടിയിലായപ്പോൾ കടകമ്പോളങ്ങൾ പലയിടത്തും തുറന്നിട്ടില്ല. തിങ്കളാഴ്ച വൈകിട്ട് തുടങ്ങിയ ബന്ദിന്റെ പ്രതീതി ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞു. ഏറ്റവും അധികം സജീവമായതും കേരളത്തോടും കർണാടകത്തോടും അതിർത്തി പങ്കിടുന്ന ഗ്രാമങ്ങളാണ്. ഊട്ടി, ഗൂഡല്ലൂർ, കോത്തഗിരി തുടങ്ങിയ തമിഴ്നാട്ടിലെ മിക്കയിടങ്ങളിലും കടകമ്പോളങ്ങൾ തുറന്നു തുടങ്ങി. ജയലളിതയുടെ വേനൽക്കാല വസതിയുള്ള കോടനാട്ടിലടക്കം ചിലയിടങ്ങളിൽ കടകൾ ഇന്നുകൂടി അടച്ചിടാനാണ് ADMK നൽകിയിരിക്കുന്ന നിർദ്ദേശം. 3 ദിവസമായിട്ട് ബന്ദാചരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നാളത്തോടുകൂടി കടകളെല്ലാം തുറക്കാമെന്ന് ഇവിടുത്തെ അസോസിയേഷൻ സംസാരിച്ചിട്ടുണ്ട്. നാളത്തോടുകൂടി ഏകദേശം പൂർവ്വസ്ഥിതിയിലാവുമെന്ന് വിചാരിക്കുന്നു. അതേസമയം അന്യസംസ്ഥാനങ്ങളിൽ നിന്നും തമിഴ്നാട്ടിലേക്കുള്ള ബസ് സർവീസുകൾ കാര്യമായി നടക്കുന്നില്ല. കർണാടക തമിഴ്നാട് അതിർത്തിയായ നീലഗിരിയിലെ കക്കനഹള്ളിയിൽ നിന്നും വാഹനങ്ങൾ തിരിച്ചുവിടുന്നുണ്ട്.
KSRTC വയനാട്ടിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് നടത്തുന്ന ഹ്രസ്വദൂര സർവീസുകൾ മാത്രമാണ് ആരംഭിച്ചിരിക്കുന്നത്. നാളെ മുതൽ ദീർഘദൂര സർവീസുകളും നടത്താനാണ് KSRTCയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, വയനാട്. മുഖ്യ പലിശ നിരക്കുകളിൽ മാറ്റമില്ലാതെ റിസർവ് ബാങ്ക് വായ്പാ നയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 6.25%, റിവേഴ്സ് റിപ്പോ നിരക്ക് 5.75% തുടരും. നോട്ടു നിരോധനത്തിന് ശേഷമുള്ള ആദ്യ വായ്പാ നിരക്കാണ് RBI പ്രഖ്യാപിച്ചത്. തിരികെ വാർത്തകളിലേക്ക്. ആൻഡമാനിൽ ന്യൂനമർദ്ദത്തെ തുടർന്നുണ്ടായ ശക്തമായ മഴയിൽ 800ഓളം ഇന്ത്യൻ വിനോദസഞ്ചാരികൾ കുടുങ്ങി. ആൻഡമാനിലെ ഏറ്റവും വലിയ ദ്വീപായ ഹാവേലോക്കിൽ വിനോദസഞ്ചാരത്തിന് പോയവരാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഇവരെ രക്ഷപ്പെടുത്താൻ നാവികസേന 4 കപ്പലുകൾ അയച്ചിട്ടുണ്ട്. അതിനിടെ ഇന്തോനേഷ്യയിലുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ 97 പേർ കൊല്ലപ്പെട്ടു. റിക്ടർ സ്കെയിലിൽ 6.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ നിരവധി വീടുകളും കെട്ടിടങ്ങളും തകർന്നു. ആൻഡമാനിൽ ന്യൂനമർദ്ദത്തെ തുടർന്നുണ്ടായ കനത്ത മഴയിൽ 800 ഇന്ത്യൻ വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുകയാണ്. ആൻഡമാനിലെ ഏറ്റവും വലിയ ദ്വീപായ ഹാവേലോക്കിൽ വിനോദസഞ്ചാരത്തിന് പോയവരാണ് കുടുങ്ങിയത്. കനത്ത മഴയെ തുടർന്ന് പോർട്ട് ബ്ലെയറിൽ നിന്ന് ഹാവേലോക്കിലേക്കുള്ള ബോട്ട് സർവീസ് നിർത്തിവെച്ചതോടെയാണ് ഇവർ കുടുങ്ങിയത്. ഇവരെ രക്ഷപ്പെടുത്താൻ നാവികസേന 4 കപ്പലുകൾ അയച്ചിട്ടുണ്ട്. 2 ദിവസമായി ദ്വീപിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും സഹായിക്കണമെന്നും അഭ്യർത്ഥിച്ച് വിനോദസഞ്ചാരികളിൽ ചിലർ ട്വിറ്ററിലൂടെ പ്രധാനമന്ത്രിയുടെ സഹായം അഭ്യർത്ഥിച്ചു. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദം ശക്തിപ്പെട്ട് ചുഴലിക്കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ മുന്നറിയിപ്പ്. അതിനിടെ ഇന്തോനേഷ്യയിലുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ നിരവധി പേർ മരിച്ചു. റിക്ടർ സ്കെയിലിൽ 6.5 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വീടുകളും കടകളും തകർന്നു വീണു. ശക്തിയേറിയ ചലനത്തിന് പിന്നാലെ 30 മിനിറ്റിനുള്ളിൽ 5 തവണ തുടർചലനവും ഉണ്ടായി. സുമാത്ര ദ്വീപിന് വടക്ക് പടിഞ്ഞാറായി കടലിനടിയിലാണ് ഭൂകമ്പ പ്രഭവ കേന്ദ്രം. സുനാമി മുന്നറിയിപ്പുകളൊന്നും നൽകിയിട്ടില്ല. 2004-ൽ 9.1 തീവ്രത രേഖപ്പെടുത്തിയ വൻ ഭൂകമ്പത്തിൽ 2 ലക്ഷത്തോളം പേർ മരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്. INTUC പ്രവർത്തകനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ മരട് നഗരസഭാ വൈസ് ചെയർമാനും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ ആന്റണി ആശാൻ പറമ്പലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ആന്റണിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന പോലീസിന്റെ വാദം കോടതി അംഗീകരിച്ചു. ആന്റണി ആശാൻ പറമ്പലിന് ഗുണ്ടാബന്ധമുണ്ടെന്നും പോലീസ് ചൂണ്ടിക്കാട്ടി. തുടർന്ന് പോലീസിന് മുന്നിൽ കീഴടങ്ങണമെന്ന് കോടതി ഉത്തരവിട്ടു. കരാറുകാരനും INTUC പ്രവർത്തകനുമായ ഷുക്കൂറിന്റെ പരാതിയെ തുടർന്നായിരുന്നു മരട് നഗരസഭാ വൈസ് ചെയർമാനും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ ആന്റണി ആശാൻ പറമ്പലിനെതിരെ പോലീസ് കേസെടുത്തത്. ഇതിനെ തുടർന്ന് ആന്റണി ആശാൻ പറമ്പലും മറ്റൊരു കൗൺസിലറായ ജിൻസൺ പീറ്ററും ഒളിവിൽ പോയി. സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ഇരുവരും ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയിൽ പോലീസ് മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തു. ഇരുവർക്കും ഗുണ്ടാസംഘവുമായി അടുത്ത ബന്ധമാണുള്ളതെന്ന് പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു. തട്ടിക്കൊണ്ടുപോകലിന്റെ സൂത്രധാരനാണ് ആന്റണി ആശാൻ പറമ്പിൽ. ഇരുവരും സമൂഹത്തിന് ഭീഷണിയാണെന്നും ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നുമായിരുന്നു പോലീസ് നിലപാട്. ഇത് അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ഇരുവരുടെയും മുൻകൂർ ജാമ്യ ഹർജികൾ തള്ളിയത്. ഇരുവരും മുൻകൂർ ജാമ്യത്തിന് അർഹരല്ലെന്ന് കോടതി നിരീക്ഷിച്ചു. കെട്ടിട നിർമ്മാണ സ്ഥലത്തെ ചെളി നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കരാറിന്റെ പേരിലായിരുന്നു INTUC പ്രവർത്തകനായ ഷുക്കൂറിനെ തട്ടിക്കൊണ്ടുപോയത്. മരട് നഗരസഭാ വൈസ് ചെയർമാന്റെ കാറിൽ കടത്തിക്കൊണ്ടുപോയി നെട്ടൂരിലെ ആളൊഴിഞ്ഞ വീട്ടിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചു എന്നായിരുന്നു പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേർ ഇതിനകം അറസ്റ്റിലായിരുന്നു. 1 മാസത്തിലധികമായി ആന്റണി ആശാൻ പറമ്പിലും മറ്റൊരു കൗൺസിലറായ ജിൻസൺ പീറ്ററും ഒളിവിലാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പാകിസ്ഥാനിൽ വിമാനം തകർന്ന് 47 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. അബോട്ടാബാദിന് സമീപമാണ് അപകടം. ചിത്രാളിൽ നിന്ന് ഇസ്ലാമാബാദിലേക്ക് പോയ വിമാനമാണ് തകർന്നത്. സംസ്ഥാനത്ത് ശമ്പള പെൻഷൻ വിതരണത്തിന് ഇന്നും ആവശ്യപ്പെട്ട തുക ലഭിച്ചില്ല. ട്രഷറികൾ ആവശ്യപ്പെട്ടത് 71.47 കോടി രൂപയാണ്. എന്നാൽ ഉച്ചവരെയുള്ള കണക്കനുസരിച്ച് ലഭിച്ചത് 51.02 കോടി രൂപയും. ആവശ്യപ്പെട്ട മുഴുവൻ തുകയും കിട്ടിയത് എറണാകുളം, കാസർഗോഡ് ജില്ലകൾക്ക് മാത്രമാണ്. ഏറ്റവും കുറവ് കിട്ടിയത് കൊട്ടാരക്കര, മലപ്പുറം ജില്ലാ ട്രഷറികൾക്കും. സഹകരണ ബാങ്കുകളിൽ അടിസ്ഥാന സൗകര്യങ്ങളുണ്ടെന്നും കള്ളനോട്ട് കണ്ടുപിടിക്കാൻ സംവിധാനമുണ്ടെന്നും സഹകരണ ബാങ്കുകൾ സംയുക്തമായി സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി. അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതാണ് നിയന്ത്രണം കൊണ്ടുവരാൻ കാരണമായതെന്നാണ് നേരത്തെ കേന്ദ്ര സർക്കാർ കോടതിയിൽ അറിയിച്ചിരുന്നത്. ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് സഹകരണ ബാങ്കുകൾ എതിർ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. സഹകരണ ബാങ്കുകളിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്നും കള്ളനോട്ട് കണ്ടുപിടിക്കാൻ സംവിധാനമില്ലാത്തതുമാണ് നിയന്ത്രണം കൊണ്ടുവരാൻ കാരണമായതെന്നാണ് നേരത്തെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഈ അവകാശവാദങ്ങൾ വസ്തുതകൾക്ക് നിരക്കാത്തതെന്ന് വ്യക്തമാക്കിയാണ് സഹകരണ ബാങ്കുകൾ എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചത്. കള്ളനോട്ട് കണ്ടുപിടിക്കാൻ ബാങ്കുകളിൽ സംവിധാനമുണ്ടെന്നും KYC ചട്ടങ്ങൾ കൃത്യമായി പാലിക്കുന്നുവെന്നും എതിർ സത്യവാങ്മൂലത്തിൽ വിശദമാക്കുന്നു.
സഹകരണ ബാങ്കുകളിലെ പണമിടപാട് നിരോധിച്ചതുമൂലം 57 ലക്ഷത്തിൽ പരം നിക്ഷേപകരെ കേന്ദ്ര സർക്കാർ ദ്രോഹിക്കുകയാണെന്നും സഹകരണ ബാങ്കുകൾ ചൂണ്ടിക്കാട്ടി. സഹകരണ ബാങ്കുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെതിരെയുള്ള ഹർജി ഈ വെള്ളിയാഴ്ച പരിഗണിക്കാനിരിക്കെ കൂടിയാണ് സഹകരണ ബാങ്കുകൾ എതിർ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. KYC മാനദണ്ഡങ്ങൾ പാലിച്ചാണ് സംസ്ഥാനത്തെ ജില്ലാ സഹകരണ ബാങ്കുകളും പ്രവർത്തിക്കുന്നതെന്ന് നബാർഡും സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ഗ്രാമീണ മേഖലയിൽ പ്രത്യേകിച്ച് കാർഷിക മേഖലകളുടെ നട്ടെല്ലായ സഹകരണ ബാങ്കുകളോടുള്ള വിവേചനം അവസാനിപ്പിക്കാൻ സർക്കാർ ചെയ്യാനാകുന്നത് ചെയ്യണമെന്ന് സുപ്രീം കോടതി നേരത്തെ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ഇനി വീണ്ടും ഹർജി പരിഗണിക്കവേ കേന്ദ്ര സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ ഇനി എന്തു മറുപടി നൽകുമെന്നത് കണ്ടറിയേണ്ടതാണ്. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ശബരിമലയിലെ ഉൾക്കാടുകളിൽ കമാൻഡോ സംഘം നടത്തുന്ന പരിശോധനകൾ തുടരുകയാണ്. സുരക്ഷ കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായി 15-അംഗ സംഘമാണ് വനത്തിൽ പരിശോധന നടത്തിയത്. സന്നിധാനത്തിന് ചുറ്റുമുള്ള ഉൾക്കാടുകളാണ് കമാൻഡോ സംഘം അരിച്ചുപെറുക്കിയത്. വൈകിട്ട് 4:30 തുടങ്ങിയ പരിശോധന 3 മണിക്കൂറോളം തുടർന്നു. ഉൾക്കാടുകളിൽ കിലോമീറ്ററുകളോളം ഇവർ പരിശോധന നടത്തി. മണ്ഡലകാലം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ കമാൻഡോ സന്നിധാനത്തെ സുരക്ഷ ശക്തമാക്കിയിരുന്നു. ബാബറി മസ്ജിദിന്റെ ഓർമ്മ പുതുക്കൽ ദിനം കൂടി വന്നതോടുകൂടി സുരക്ഷ ഒന്നുകൂടെ ശക്തമാക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പും കേന്ദ്ര ഇന്റലിജൻസും നിർദ്ദേശം നൽകിയിരുന്നു. കാടുകളിൽ നടക്കുന്ന പരിശോധനയിൽ ഏതെങ്കിലും വസ്തുക്കളോ എന്തെങ്കിലും സംശയാസ്പദമായ സാഹചര്യങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് അപ്പോൾ തന്നെ വിലയിരുത്തുന്നുമുണ്ട്. ഈ ഏരിയയിലാണ് നമുക്ക് ഒരു ശത്രുക്കൾക്ക് ആക്രമിക്കാനുള്ള അല്ലെങ്കിൽ ഹൈഡ് ചെയ്യാൻ പറ്റുന്ന ഏരിയ. ഓൾമോസ്റ്റ് കവർ ചെയ്തപ്പോൾ നാളെ രാവിലെയും ഇനിയുള്ള ദിവസങ്ങളെല്ലാം ഇതുപോലെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്ക് പോകണം. ഏതെങ്കിലും എക്സ്പീരിയൻസ് ആരെങ്കിലും സ്റ്റേ ചെയ്തതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ അത് റിപ്പോർട്ടായിട്ട് നമുക്ക് SOI കൊടുക്കാൻ കഴിയുന്നതാണ്. 15-അംഗ സംഘമാണ് ഇന്നലെ തിരച്ചിലിനിറങ്ങിയത്. വരും ദിവസങ്ങളിലും ഇവർ ശബരി വനങ്ങളിൽ പരിശോധനയുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഡിസംബർ 6 എന്ന ഒറ്റ ദിവസത്തെ മുൻനിർത്തിയുള്ള സുരക്ഷാ പരിശോധനയല്ല ഇവരുടേത്. മറിച്ച് ശബരിമലയ്ക്ക് പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്ന മറ്റൊരു ലക്ഷ്യമാണ് ഇതിനു പിന്നിലുള്ളത്. ശബരിമലയിലെ ഉൾക്കാടുകളിൽ നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ.